അപ്പൊ നമ്മുടെ വീട്ടിലെ എക്യുപ്മെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഒരു സ്മാർട്ട് സ്വിച്ച്. അപ്പൊ ഈ ഒരു ഡിവൈസ് ഇതൊരു MCB ആണ്. ഇതിന്റെ ആംബിയർ എന്ന് പറഞ്ഞാൽ 1 ആംബിയർ മുതൽ 63 ആംബിയർ വരെയാണ് ഇതിന്റെ കപ്പാസിറ്റി. ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് തോംസൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്മാർട്ട് MCB ആണ്. ഇതാണ് ഐറ്റം. ഈ ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതായത് ഇതൊരു വൈഫൈയിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇന്റർനെറ്റ് വഴി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ ഡിവൈസ് കൺട്രോൾ ചെയ്യാനൊക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എക്യുപ്മെന്റ്സുകളെ നമുക്ക് നിയന്ത്രിക്കാൻ ഒക്കും. അപ്പൊ അത് എത്ര വാട്ട്സ് ലോഡ് എടുക്കുന്നു, എത്ര ടൈം വർക്ക് ചെയ്യണം, അപ്പോൾ എത്ര വോൾട്ടേജ് ഉണ്ട്, എത്ര ആംബിയറിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ ഇതിന്റെയൊക്കെ ഫുള്ള് ഡീറ്റെയിൽസ്. അപ്പൊ നമ്മുടെ വീട്ടിലെ എക്യുപ്മെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഒരു സ്മാർട്ട് സ്വിച്ച്. അപ്പൊ ഈ ഒരു ഡിവൈസ് ഇതൊരു MCB ആണ്. ഇതിന്റെ ആംബിയർ എന്ന് പറഞ്ഞാൽ 1 ആംബിയർ മുതൽ 63 ആംബിയർ വരെയാണ് ഇതിന്റെ കപ്പാസിറ്റി. അപ്പൊ നമ്മൾ പല വീടുകളിലും ഇതുപോലെ നമ്മുടെ DBക്കകത്ത് ഇതുപോലെ MCBകൾ സെറ്റ് ചെയ്താൽ നമ്മളുടെ വെള്ളമടിക്കുന്ന മോട്ടർ, അതുപോലെ തന്നെ AC, അങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാനാകും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓഫീസിലോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ഉപകരണത്തിന്റെ പവർ ഓഫ് ചെയ്യണം, അതുപോലെ തന്നെ അത് ഓൺ ആക്കണം എന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ മാത്രം മതി കേട്ടോ. ഈ ഒരു ഡിവൈസ് വെച്ചുകൊണ്ട് നമുക്ക് വേൾഡ് വൈഡ് എവിടെ പോയാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനൊക്കും. അപ്പൊ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഇത് നമുക്ക് വൈഫൈയിൽ കണക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇത് മൊബൈലിലെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ തുറന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ സ്മാർട്ടായിട്ട് ചെയ്തിരിക്കുന്ന വീടുകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമുക്ക് സോളാർ ഉപയോഗിക്കുന്നവർക്ക്, ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റമോ ഓൺ ഗ്രിഡ് സിസ്റ്റമോ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഇതുപോലെ ഡിവൈസുകൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ഗ്രിഡിൽ നിന്ന് നമുക്ക് എത്ര വാട്ട്സ് ലോഡ് ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്, അറ്റ് ടൈം നമുക്ക് എത്ര ഉപയോഗിക്കുന്നുണ്ട്, ഏത് എക്യുപ്മെന്റ്സിന് എത്ര വാട്ട്സ് എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് മോണിറ്റർ ചെയ്യാം. അപ്പൊ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ മാത്രം മതി, നമുക്ക് ഇന്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഡിവൈസ് വർക്കിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് മാനുവൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഒരുപാട് ഫങ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പൊ ഇന്റർനെറ്റ് കട്ടാവാതിരുന്നാൽ നമുക്ക് ഇന്റർനെറ്റ് ത്രൂ ഡയറക്റ്റ് ആയിരിക്കണം നമ്മുടെ DBന്ന് കൊടുക്കേണ്ടത്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസ് നമുക്ക് വേൾഡ് വൈഡ് എവിടെ ഇരുന്നാലും നിയന്ത്രിക്കാനൊക്കും. അപ്പൊ ഈ ഒരു പാക്കറ്റ് നമുക്ക് പൊട്ടിച്ചിട്ട്, അതായത് ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ലഭ്യമാകുന്നത്, എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു മൊഡ്യൂൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ബോക്സിനകത്ത്, അതായത് സ്വിച്ച് ബോർഡിന്റെ ബോക്സിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യുന്ന ചെറിയ ഡിവൈസുകളും നമുക്ക് 2-way സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കുന്ന, ഇതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഉപയോഗിക്കുന്ന സ്വിച്ചുകളും ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇന്ന് ഞാൻ ഈ ഒരു ഡിവൈസിന്റെ കാര്യങ്ങൾ മാത്രമാണ് പരിചയപ്പെടുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഡിവൈസ്. അതായത് ഈ ഒരു MCB എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വീട്ടിലിരിക്കുന്ന, അതായത് നമ്മുടെ DBയിലൊക്കെ വെച്ചിരിക്കുന്ന MCBയുടെ അതേ വലുപ്പവും, അതുപോലെ തന്നെ ടിൻഡ്രയിൽ, അതായത് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യുന്ന രീതി, അതാണ് ആ റെയിൽ. ആ റെയിലിനകത്ത് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ ഒരു MCB നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാടാണ് കേട്ടോ. നമ്മുടെ സാധാരണ MCBയെക്കാട്ടി ഒരുപാട് വർക്കുകൾ ഈ ഒരു MCB ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരെണ്ണമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു 10-12 DB ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ELCB ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. ഓരോന്നിനെ വേണേലും കൺട്രോൾ ചെയ്യാം. നമ്മുടെ വാഷിംഗ് മെഷീന്, അതുപോലെ തന്നെ വാട്ടർ പമ്പുകൾ, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള AC, അങ്ങനെയുള്ള ഹെവി എക്യുപ്മെന്റ്സുകളൊക്കെ നമുക്ക് നിയന്ത്രിക്കാനൊക്കും. അതുപോലെ തന്നെ AC ഒക്കെ നമ്മൾ റിമോട്ടിൽ ഓഫ് ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ നമ്മുടെ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് മൊബൈൽ വഴി ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ടൈമർ ഉണ്ട്, ആ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ആ AC ഓൺ ആവുകയും, അതുപോലെ തന്നെ ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ അത് ഓഫ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ AC എത്ര വാട്ട്സ് ലോഡിലാണ് പ്രവർത്തിക്കുന്നതെന്നും കൂടെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും.
അതൊക്കെയാണ് ഇതിന്റെ ഒരു ഗുണം. അതായത് നമ്മുടെ എക്യുപ്മെന്റ്സ്, നമ്മുടെ വാഷിംഗ് മെഷീൻ, നമ്മുടെ വെള്ളം അടിക്കുന്ന മോട്ടർ, നമ്മുടെ ഫ്രിഡ്ജ്, നമ്മുടെ ഫാന്, നമ്മുടെ ട്യൂബ്, അങ്ങനെയുള്ള വീട്ടിലെ എക്യുപ്മെന്റ്സ് ഒക്കെ എത്ര വാട്ട്സ് ലോഡ് എടുക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ടോട്ടൽ നമുക്ക് ഒരു ദിവസം എത്ര യൂണിറ്റ് കറണ്ട് നമ്മുടെ ഇതിൽ നിന്ന് പോകുന്ന ഔട്ട്പുട്ടിൽ എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മോണിറ്റർ ചെയ്യാം. അപ്പൊ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വൈഫൈ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് ഇതിന്റെ മൊഡ്യൂള്. ഈ ഒരു മൊഡ്യൂള് നിങ്ങൾക്ക് കാണാൻ ഒക്കുമല്ലോ, ഇത് കണ്ടോ, ഇതാണ് ആ സാധനം. MCBയുടെ അതേ വലുപ്പവും അതേ രീതിയിലും നമ്മുടെ DB സെറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് ഇത് വെക്കുന്നത്. കണ്ടിട്ടുണ്ട് ഈ ലോക്ക് നമ്മൾ കയറ്റി വെച്ചാൽ ഈ ലോക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതിനകത്ത് ടൈറ്റ് ആയിട്ടിരുന്നുള്ളൂ. ഇതാണ് അതിന്റെ ഫ്രണ്ട് വശം വരുന്നത്. അപ്പൊ ഈ ഫ്രണ്ടില് ഇവിടെ ഒരു ലൈറ്റിന്റെ ഒരു പോർട്ട് ഉണ്ട്. ഇവിടെ ഒരു LED ലൈറ്റ് കയറ്റും, ഒരു നീല ലൈറ്റ് ആണ് അവിടെ കത്തുന്നത്. ആ നീല ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഫൈയുടെ സിഗ്നൽ എപ്പോ വരുന്നോ ആ സമയത്ത് മാത്രമേ നമുക്ക് ഈ നീല ലൈറ്റ് കത്ത് നിൽക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ വൈഫൈയിലെ സിഗ്നൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ നീല ലൈറ്റ് ഓഫ് ആവും. അതുപോലെ തന്നെ ഈ ഒരു പച്ച ബട്ടൺ ഇത് കണ്ടോ, ഇതൊരു മാനുവൽ സ്വിച്ചും കൂടിയാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മൊബൈൽ വെച്ചിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. അതല്ല നമുക്ക് വൈഫൈ ഇല്ല, നമ്മൾ മാനുവൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ടായിട്ട് നമുക്ക് ഓൺ ആക്കുകയും ചെയ്യാം, ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഒരു ലൈറ്റ്, ഇതിനകത്തൊരു റെഡ് ലൈറ്റ് ആയിരിക്കും ഈ ഒരു എംബ്ലത്തിനകത്ത്, നമ്മുടെ ഈ പവർ എന്നുള്ളതിന്റെ ആ ഒരു എംബ്ലത്തിനകത്ത് റെഡ് ലൈറ്റ് കത്തി കിടക്കുന്നതായിരിക്കും. ആ ലൈറ്റ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം റിലേ കൺട്രോൾ, അതായത് റിലേ പിടിക്കുന്ന സമയത്ത്, അതായത് ഔട്ട്പുട്ട് വരുന്ന സമയത്ത് നമുക്ക് കത്തിയാൽ മതി എന്ന് വെച്ചാൽ അങ്ങനെ കത്തിച്ചില്ല. അതല്ല നമുക്ക് ഈ ലൈറ്റ് വേണ്ട, അതായത് ഡിസ്റ്റർബൻസ് ആണ്, നൈറ്റിലൊക്കെ ചിലപ്പോൾ വെട്ടം കൂടുതലുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് വരാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ലൈറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ റിലേ കൺട്രോൾ അല്ലാതെ ഫുൾ ടൈം ആ ലൈറ്റ് കത്തിക്കിടക്കണം എന്ന് വെച്ചാൽ അതിനും ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അപ്പം പല രീതിയിലുള്ള ഓപ്ഷൻസ് നമ്മുടെ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻസ് സെറ്റിംഗ്സിലുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ 1-2 വീഡിയോകൾ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നമ്മൾ 1-2 MCB ഒരു DBക്കകത്ത് വെച്ചാലും മതി. കാരണം KICBയിൽ നിന്ന് വരുന്ന ആ ഒരു ലൈനിൽ ഒരെണ്ണവും പിന്നെ നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഒരു ലൈനിൽ നമുക്ക് വേണമെങ്കിലും കണക്ട് ചെയ്യാം. പക്ഷെ വൈഫൈ നമ്മൾ ഡയറക്റ്റ് ത്രൂ ആയിട്ട് കൊടുത്തിരിക്കണം. കാരണം വൈഫൈ മസ്റ്റ് ആയിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഡിവൈസ് നമുക്ക് റിമോട്ട് കൺട്രോൾ ആയിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പൊ ആ ഒരു ലൈൻ മാത്രം നമ്മൾ ഡയറക്റ്റ് കൊടുത്തിടുക വൈഫൈയുടെ. ബാക്കിയെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാം, എത്ര വാട്ട്സ് ഉപയോഗിക്കുന്നു, എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ഡിവൈസ് നമ്മൾ ഇതിനകത്ത് ടോപ്പ് സൈഡിലാണ് ഇതിന്റെ ഇൻപുട്ട് വരുന്നത്, ഈ സൈഡിൽ. അപ്പൊ അത് നമുക്കിവിടെ ഓൾറെഡി മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ലോഡ് കൊടുക്കേണ്ടത് നമുക്കുണ്ട്. ഇവിടെ മേളിൽ 2 പോർട്ടാണ് വരുന്നത്, താഴെ 2 പോർട്ട്. അതായത് ന്യൂട്രലും ഫേസും നമുക്ക് ടോപ്പിൽ കൊടുക്കാം, ന്യൂട്രലും ഫേസും നമുക്ക് താഴെ എടുക്കാം. പക്ഷേ ഫേസ് മാത്രമേ കൺട്രോൾ വരുന്നുള്ളൂ. ഒറ്റ പോർട്ടാണ് ഇതിന് കൺട്രോൾ വരുന്നത്, ന്യൂട്രൽ ഡയറക്റ്റും ആയിരിക്കും. അപ്പൊ ഈ ഒരു ഡിവൈസ് നമ്മൾ ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ട് ആവശ്യമുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക, ഇല്ല നമ്മുടെ ചെക്കിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് നമ്മൾ ന്യൂട്രലും ഫേസും കണക്ട് ചെയ്തതിന് ശേഷം ആ സമയത്ത് ഈ ഒരു ബ്ലൂ ലൈറ്റ് ഇവിടെ കത്തിക്കിടക്കും. അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു കാര്യം കൂടെയാണ് ഞാൻ ഇനി വിശദീകരിക്കുന്നത്. അപ്പൊ നമ്മുടെ കാറ്റലോഗ്, ഇതിനകത്ത് ഒരു കാറ്റലോഗ് കമ്പനി തരുന്നുണ്ട്. ഈ കാറ്റലോഗിൽ ഇതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം കമ്പനി കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്തൊരു QR കോഡ് ഇത് കണ്ടോ, ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ആപ്പ് നമ്മൾ ഈ ഒരു QR കോഡ് കൂടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മെയിൽ ID കൊടുക്കണം, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കണം. പിന്നെ നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് നമ്മൾ ഓർത്തിരിക്കണം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാം. അപ്പൊ ഇത് കണക്ട് ചെയ്ത ശേഷം ഇതിന്റെ പവർ ഒന്ന് ഓൺ ആക്കുക. പവർ ഓൺ ആക്കി കഴിയുമ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻസിനകത്ത് ഓൾറെഡി അവിടെ കാണും നമ്മുടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ബ്ലിങ്ക് ചെയ്യാൻ ഈ ഒരു നീല ലൈറ്റ് ചിലപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് പ്രകാശിച്ച് തന്നെ നിൽക്കും, ബ്ലിങ്ക് ചെയ്യത്തില്ല. അപ്പൊ അത് പെയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൊബൈലിന്റെ ബ്ലൂടൂത്ത് ഓൺ ആക്കി വെക്കുക. ഓൺ ആക്കിയതിന് ശേഷം ഈ ഒരു ബട്ടണിൽ ഒരു 3 സെക്കൻഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് വിടുക. വിടുമ്പോൾ നമ്മുടെ ഈ നീല ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യും. അതായത് ഇങ്ങനെ കത്തിയും അണഞ്ഞ് പ്രകാശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ പ്രകാശിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലും ഈ ഒരു ഡിവൈസുമായിട്ട് പെയർ ആവും. പെയർ ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് നെക്സ്റ്റ് ഓപ്പൺ ഉണ്ട്, നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് കൊടുക്കുമ്പോൾ ആ പാസ്വേഡ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി, അതായത് ബ്ലൂടൂത്ത് വഴി നമ്മുടെ മൊബൈൽ ഈ ഒരു ഡിവൈസിലേക്ക് നമ്മുടെ മൊബൈൽ ഇതിന്റെ ആ വൈഫൈയുടെ പാസ്വേഡ് ഇതിനകത്ത് കൊടുക്കും. അപ്പൊ ഇത് സേവ് ആകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ സക്സസ് ആയിട്ട് റീഡ് ചെയ്ത് അതിന്റെ ആപ്ലിക്കേഷൻ സക്സസ് ആയിട്ട് വർക്ക് ചെയ്യും.
അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് അതിന്റെ സ്വിച്ചുകളുണ്ട്. അതുപോലെ ഒറ്റ ടച്ചായിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അല്ലാതെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏത് ഡിവൈസ് ആണ്, നമ്മൾ ലൈറ്റ് ആണോ കൊടുക്കുന്നത്, ഫ്രിഡ്ജ് ആണോ കൊടുക്കുന്നത്, AC ആണോ കൊടുക്കുന്നത്, അതൊക്കെ കൊടുക്കാനുള്ള ഒരുപാട് കാറ്റഗറികൾ കമ്പനികൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റൂംസിന്റെ ആണോ, സോക്കറ്റിന്റെ ആണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഓൺ ആയി കഴിയുമ്പോൾ ഈ നീല ലൈറ്റ് സിഗ്നൽ വരുന്ന അനുസരിച്ച് അത് പ്രകാശിച്ച് തന്നെ ഇരിക്കും. വൈഫൈയുടെ സിഗ്നൽ പോകുന്ന സമയത്ത് ഈ നീല ലൈറ്റ് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ ഈ ലൈറ്റ് മാനുവൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് സ്വിച്ച് ഓൺ ആക്കാം. അതുപോലെ തന്നെ 1 ആംപിയർ മുതൽ 63 ആംപിയർ വരെയാണ് ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിവൈസ് നമ്മൾ ഏതിനായിട്ടാണ് കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട ആംപിയർ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് 6 ആംപിയർ മതിയെങ്കിൽ 6 ആംപിയർ സെറ്റ് ചെയ്യാം, 10 ആംപിയർ മതിയെങ്കിൽ 10 ആംപിയർ സെറ്റ് ചെയ്യാം. അപ്പൊ അതല്ല 16 ആംപിയർ ആണെങ്കിൽ 16, 20 വേണമെങ്കിൽ 20, 32 വേണമെങ്കിൽ 32, അങ്ങനെ 63 ആംപിയർ വരെയാണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം ഒരു വീട്ടിലെ ലോഡൊക്കെ ഇതിനകത്ത് ഈ ഒരെണ്ണത്തിനകത്ത് ഉപയോഗിക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. കാരണം 63 ആംപിയർ ഉണ്ട്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഒരു AC യും അത്യാവശ്യം നമ്മുടെ വീട്ടിലെ എക്യുപ്മെന്റ്സും ഒക്കെ നമുക്ക് 63 ആംപിയർ വരുന്നില്ല. എന്നാലും ഈ ഒരു ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു ദിവസം, അപ്പൊ ഒരു മാസം നമ്മൾ എത്ര ഉപയോഗിച്ചു, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മോണിറ്റർ ചെയ്യാനാകും. അപ്പൊ ഇത് ഇവിടെ ഇരുന്നുകൊണ്ടല്ല, ഈ വിദേശത്തൊക്കെ നമ്മൾ പോകുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ പ്രായമായവരൊക്കെ, അപ്പൊ അവരൊക്കെ വീട്ടിലുള്ള സമയത്ത് വീട്ടിൽ എന്താണ് ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ MCB ഒക്കെ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഒരാളെ വിളിച്ച് വേണം ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും ഒക്കെ. ELCB ട്രിപ്പ് ആയി കിടക്കും, അപ്പൊ അങ്ങനെയൊന്നും അറിയാനൊക്കത്തില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു ഡിവൈസ് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോമേഷൻ ഗേറ്റ് ഒക്കെ ഉള്ളവർക്കുണ്ടല്ലോ, ഇതുപോലെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ റിമോട്ട് വെച്ച് ഓൺ ആക്കണമെന്നില്ല, നമ്മുടെ മൊബൈൽ വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആക്കി കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡിവൈസ് ആണ്. ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പൊ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന 1-2 വീടുകൾ നമ്മൾ കാണിക്കാം. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു വീട് മൊത്തം ചെയ്തിരിക്കുന്നത്, അപ്പൊ അതിൽ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ AC-കളൊക്കെ ഉപയോഗിക്കുന്നത് എത്ര വാട്സിലാണ്, അതുപോലെ തന്നെ ലൈറ്റ് ഒക്കെ എത്ര വാട്സിൽ എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീട്ടിലെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് കണ്ടു നോക്കാം. കാരണം ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടോ, ഇത് DB-ക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആ ഒരു വ്യൂയിലേക്ക് പോവാം. ഇത് ഫുള്ള് സ്മാർട്ട് ചെയ്തേക്കുവാണ്. ഇതിപ്പം ഓരോ റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഫുള്ള് MCB-യിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇതെന്തായാലും മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ റൂമിലെ കണക്ഷൻ അതെ ഓരോന്നോരോന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പവർ ലൈൻ വന്നിരിക്കുന്നത് ഇതിലാണ്. പവർ ഫുള്ളും ഓഫ് ചെയ്യും. ഇതിൽ 2 AC-യുടേത്, 2 MCB, അതുകൂടാതെ ഒരു ഹീറ്റർ, ഗ്രൈൻഡർ, പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതെല്ലാം കൂടെ ഒരെണ്ണത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് പവർ ലൈൻ ഇത് മാത്രം. ബാക്കിയുള്ള ലൈനിലൊക്കെ നമ്മൾ ഇൻവെർട്ടറിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത്? അത് സത്യത്തിൽ ഇത് മൊത്തം ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ബൈപ്പാസ് ചെയ്തിട്ടുമുണ്ട്, സ്വിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ ഇപ്പം സെക്ഷനിലും, അതായത് മോട്ടറിന്റെ ആണെങ്കിലും ഗ്രൈൻഡറിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള മിക്സി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ബൈപ്പാസും ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു 2-way സ്വിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാം, അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. മൊബൈലിൽ നമ്മൾ ഇതിന്റെ എല്ലാം കൺട്രോളും മൊബൈലിനകത്ത് നമുക്ക് എടുക്കാമല്ലേ? എല്ലാം പറ്റുന്നുണ്ട്, എല്ലാം ലൈവായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ടോട്ടൽ ഇതിപ്പോ KCB-ന്ന് എടുത്തേക്കുന്ന വാട്ട്സ് എന്ന് പറയുന്നത് 10 വാട്ട്സ് ഇപ്പൊ എടുക്കുന്നുള്ളേ. ഇപ്പൊ രാവിലെ 12 ഉച്ചയ്ക്ക് 12 ആറായി. ഇതുവരെ KCB-ന്ന് എടുത്തിട്ടുള്ളത് ഇന്ന് ടോട്ടൽ യൂണിറ്റ് ഇന്നലെ രാത്രി 12 മണി മുതൽ എടുത്തേക്കുന്ന യൂണിറ്റ് ഏതാണ്ട് എത്രയുള്ളേ 3 യൂണിറ്റാണ് KCB-ന്ന് എടുത്തേക്കുന്നത്. അതും AC-ക്ക് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ, മറ്റുള്ളതൊന്നും എടുത്തിട്ടില്ല. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ഓടുന്നത്. ഇപ്പൊ 7 വാട്ട്സ് 10 വാട്ട്സിനകത്താണ്ട് 7 വാട്ട് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതില് മോണിറ്റർ ചെയ്യാൻ കാണിക്കുന്നുണ്ട് 7 വാട്ട്സ്. അതിലിപ്പോ 9 വാട്ട്സ്, ഇതിൽ 9 വാട്ട്സ് അത്രേ എടുക്കുന്നുള്ളൂ. 9 വാട്ട്സ് മാത്രമേ രണ്ടിനകത്തും കാണിക്കുന്നുള്ളൂ. രണ്ടിലും വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ AC-ക്ക് എടുത്തേക്കുന്നത്, ഇപ്പൊ ഇന്നലെ രാത്രി AC-ക്ക് എടുത്തേക്കുന്നത് ഇന്നലെ രാത്രി 12 മണി മുതലുള്ള ഡാറ്റയാണ്. ഇന്നലെ രാത്രി 12 മണി മുതൽ രാവിലെ ഒരു 8 മണി 8:30 വരെ AC ഇട്ടിരുന്നു. 8:45 വരെ AC ഇട്ടിരുന്നു. 1.37 യൂണിറ്റ് ആയിട്ടുള്ളൂ, കിലോവാട്ട്സ് ആയിട്ടുള്ള AC-ക്ക് മാത്രം ഒരു AC-ക്ക് മാത്രം ഒരു AC-യുടെ യൂണിറ്റ് ആണത്. അതിൽ പക്ഷേ ബൈപ്പാസ് ചെയ്തിട്ട് ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡാറ്റ ഇതിൽ കിട്ടില്ല. ഇപ്പൊ KCB-ലോട്ട് മാറിയ ബൈപ്പാസ് ചെയ്തതാണ്. ഇപ്പൊ ബൈപ്പാസ് ചെയ്തേക്കാണ്. ഇപ്പൊ KCB നല്ല ലോഡ് എടുക്കുന്നത്. ഇപ്പൊ ഇതില് അറിയാം.
345 വാട്ട്സ് എടുക്കുന്നുള്ളൂ എ സിക്ക്. 27 നമ്മൾ ടെമ്പറേച്ചർ ഇടുമ്പോൾ ഉള്ള ആ ഒരു യൂണിറ്റ് ആണ് അതിനകത്ത് കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. ഏതാണ് എത്ര ടെമ്പറേച്ചറിൽ ഇട്ടിട്ടല്ലേ ഓടിച്ചോണ്ടിരിക്കുന്നത്? അതില് 330 വാട്ട്സ് എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഫ്രിഡ്ജ് എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാ ലോഡും ഉണ്ട്. ഇത് ഒരു റൂമിലെയാണ്. അടുത്ത റൂമിലത് ഈ ഓരോ MCB നമ്മൾ ഓഫ് ചെയ്യുന്നതിന്റെ ഓപ്ഷൻസ് ഇതിനകത്ത് ഫോണിൽ കൂടെ ഓഫ് ചെയ്യാം, അല്ലാതെ ഓഫ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പം ഈ എ സിയുടെ മാസ്റ്റർ എ സിയുടെ ഇതുവഴി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ മുന്നിലോട്ട് കാണിച്ചാൽ ഇപ്പൊ ഞാൻ പവർ ഓഫ് ചെയ്ത് ഒരു എ സിയുടെ കണക്ഷൻ അവിടെ ഓഫായി. അപ്പൊ നമുക്ക് മൊബൈൽ വെച്ചിട്ട് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യാം. ചെയ്യാം. മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനൊക്കെ പറ്റും. ഇൻ കേസ് ഇപ്പൊ എനിക്ക് നെറ്റ് വീട്ടിലില്ലെങ്കിൽ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുവാണ്, അപ്പൊ എനിക്ക് വീട്ടിൽ നെറ്റ് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് മാനുവലി ചെയ്യാം. മാനുവലി നമുക്ക് ഓൺ ആക്കുകയും ചെയ്യാം. അത് അടിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ആയി. അതുപോലെ ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ട്രിപ്പ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിനും സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു പകൽ സമയത്തും രാത്രി സമയത്തും ബാക്കപ്പിന് വേണ്ടി നമ്മൾ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? പകല് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, ഒരു ഇൻവെർട്ടറും ലിഥിയം ബാറ്ററിയും വെച്ചിട്ടുണ്ട്. 24 വോൾട്ടിന്റെ ലിഥിയം ബാറ്ററി വെച്ചിട്ടുണ്ട്. ഒരു ഫ്രണ്ട് സുഹൃത്തിന്റെ അടുത്ത് നിന്ന് അസംബ്ലി ചെയ്യിപ്പിച്ചാണ്. ഇൻവെർട്ടർ എത്ര VAയുടെ ആണത്? ഇൻവെർട്ടർ 3 kVയുടെ ഇൻവെർട്ടർ. അതിന് എനിക്ക് ലോഡ് ഒരു 2000 വാട്ട്സ് വരെ ലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 2000 വാട്ട്സ് കണ്ടിന്യൂസ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കി. പാനല് 1080 വാട്ട്സിന്റെ ഒരു, അതായത് 580ന്റെ 2 പാനൽ വെച്ചിട്ടാണ് ഈ ഒരു 24 hours നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ടോ? 24 hours എനിക്ക് അതിൽ ബാക്കപ്പ്. അപ്പൊ ആ ഒരു സിസ്റ്റം കൂടെ നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതില് 1118 വാട്ട്സ് ഇൻവെർട്ടറിൽ നിന്ന് എടുക്കുന്നുണ്ട്. 6.5 യൂണിറ്റ് വരെ എനിക്ക് പകല് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ നോക്കാനുള്ള സമയവും സാഹചര്യം കിട്ടിയില്ല. 2 AC ഇട്ട് നോക്കാനുള്ള സമയം കിട്ടിയില്ല. ഇപ്പൊ ഡിസ്ചാർജിങ് കാണിച്ചേക്കുന്നുണ്ടോ? അതില് 15 ആമ്പിയറോളം ഡിസ്ചാർജിങ് നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും ലോഡ് അതിലെടുക്കുവാണേ, 1200 വാട്ട്സോളം ലോഡ് എടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പൊ വെയില് അത്ര പോരല്ലോ, ഇപ്പൊ പോയിമൊന്നൊക്കെ നിൽക്കുമല്ലേ വെയില്. ഇപ്പം ഏറ്റക്കുറച്ചിലനുസരിച്ചുള്ള വ്യത്യാസം ഷെയറിംഗ് ആണ്. പിന്നെ അത് കൂടാതെ ആകപ്പാടെ ഇതിൽ 40 ആമ്പിയർ MPPT ഉള്ളു ഈ ഹൈബ്രിഡില്. ഇതിപ്പോ ഒരു MPPT സെപ്പറേറ്റ് വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 12 വോൾട്ട് ഇൻവെർട്ടർ ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു ഇൻവെർട്ടറിന് വേണ്ടിയിട്ടാണ് ഒരു സെപ്പറേറ്റ് MPPT വെച്ചേക്കുന്നത്. പിന്നെ അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് ആണ്. അപ്പൊ അതിന് MPPT ഡയറക്റ്റ് ഉണ്ട്. പിന്നെ അത് മോണിറ്റർ ചെയ്യാൻ, ആ ബാറ്ററി മോണിറ്റർ ചെയ്യാനാണ് ഈ സ്ക്രീൻ വെച്ചേക്കുന്നത്. പിന്നെ അതിന്റെ MCB DC DV അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തൊട്ട് താഴ്ത്തിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു ഈ സമയത്ത് ചാർജിങ് നടക്കുന്നുണ്ടോ, അത്യാവശ്യം ലൈവ് ലോഡ് ഓടുന്നുണ്ട്. ലോഡ് നമുക്ക് അതിൽ അറിയാൻ പറ്റുന്നുണ്ടല്ലോ, കാണുന്നുണ്ടോ? അല്ല, അത് 12 വോൾട്ട് ഇൻവെർട്ടറാണ്. അതിലിപ്പോ കൊടുത്തേക്കുന്നത് ഞാൻ വീട്ടിൽ ഒരു 100 വാട്ട്സ് ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രം 24 hours അത് കിട്ടുന്നുണ്ട്. 12 വോൾട്ട് ഇൻവെർട്ടറിലാണ് അത് കൊടുത്തേക്കുന്നത്. അതെ അതെ. അതിലൊരു ദിവസം ഒരു 2 യൂണിറ്റ് വെച്ചിട്ട് ലിഥിയം ബാറ്ററി അല്ല, സാധാ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അത് പഴയ മുമ്പ് ഇവിടെ ഇരുന്ന ബാറ്ററിയിൽ ഞാനത് കണക്ട് ചെയ്തിരുന്നേ ഉള്ളൂ. ഇതെന്തൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്? ഈ 2 ബാറ്ററിയിൽ 2 ബാറ്ററി കൊടുത്തേക്കുന്നത് ഒരു 200 AH ഒരു 100 AH കൂടെ പാരലൽ വെച്ചിരിക്കുന്നത്. ഒരു 100 AH പഴയതാണ്. അപ്പൊ ഷോപ്പിൽ നിന്ന് മാറ്റിയപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ അടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പൊ അതിനാണ് ഈ ഒരു ഇൻവെർട്ടർ കൊടുത്തേക്കുന്നത്. അതെ അതെ, അതിവിടെ മുമ്പ് പഴയത് ഇരുന്നത് കൊണ്ട് ഞാൻ അതിലോട്ട് കൊടുത്തേ. അതിലിപ്പോ ഒരു വലിയൊരു ക്യാമറ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ക്യാമറ അത് നമ്മുടെ ഈ സ്മാർട്ട് സ്വിച്ചുമായിട്ട് അതുമായിട്ട് ബന്ധമുണ്ട്. കാരണം അതിലിപ്പോ എടുത്തേക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ 86 വാട്ട്സ് എടുക്കുന്നുള്ളൂ. അതിൽ ഓരോ ദിവസം 2 യൂണിറ്റ് വെച്ച് ഇപ്പം 1 യൂണിറ്റ് ആയിട്ടുണ്ട്. ഇത്ര നേരം കൊണ്ട് ദിവസം ഒരു 2 യൂണിറ്റ് ആവറേജ്. സെപ്പറേറ്റ് പാനൽ വെച്ച് കൊടുത്തേക്കാം. ഇതിന് ദിവസം ഒരു 2 യൂണിറ്റ് അത് കിട്ടുന്നുണ്ട്. അതെ അതെ അതെ. അതിലിപ്പോ ലൈവ് ലോഡപ്പ് ഉപയോഗിക്കുന്നത് 377 വാട്ട്സ് എടുക്കുന്നുണ്ട്. ഇപ്പോ 377 വാട്ട്സ്. അതിലിപ്പോ എനിക്കൊരു ദിവസം 5 യൂണിറ്റ് 6 യൂണിറ്റ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇന്നലെ എടുത്തത് 4.4 യൂണിറ്റ് ഇന്നലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 550 വാട്ട്സിന്റെ 2 പാനൽ വെച്ചിട്ട്. ഇതിപ്പോ 4 യൂണിറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഒരു 2.5 യൂണിറ്റ് എനിക്ക് അതും കിട്ടുന്നുണ്ട്. ടോട്ടൽ 6.5 യൂണിറ്റ് ഒരു ദിവസം മാക്സിമം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിന്റെയാണ് ഈ ഒരു ഡിസ്പ്ലേ മൗണ്ട് ചെയ്യാനായിട്ട്. അതെ അതെ. ആ ലിഥിയം ബാറ്ററിയുടെ ഒരു ഡിസ്പ്ലേ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ബാറ്ററിയുടെ കൂടെ ആയി വരുന്നത്. അപ്പൊ ഞാനിതൊന്ന് സെപ്പറേറ്റ് ഒരു കേബിള് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ അവിടെ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്യാമറ വെച്ചിട്ടുണ്ട് ഒന്ന് മോണിറ്റർ ചെയ്യാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാരണം കൊണ്ട് ഇതൊന്നും എനിക്ക് മോണിറ്റർ ചെയ്യണ്ടേ. കാരണം എപ്പോഴും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഡിസ്പ്ലേ വാച്ച് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറ വെച്ചിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ അതാകുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇങ്ങനെ അറിയാൻ പറ്റും. ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഡിസ്പ്ലേ ആണിത്.
അവിടെ ഇരിക്കുന്നതാണ്. ഞാൻ ഈ ക്യാമറ വെച്ചേക്കുന്നത് കൊണ്ട് എന്റെ കൈ വരുമ്പോൾ കാണാം, ലൈവ് തന്നെ കറക്റ്റായിട്ട് ലൈവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലൈവായിട്ട് തന്നെ മോണിറ്റർ ചെയ്യാൻ ലൈവായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഇപ്പൊ ഇന്നിപ്പോ തീരെ വെയിൽ പോകുമെന്നൊക്കെ നിൽക്കുവാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോ ഇത്രയും നേരമായിട്ട് എനിക്ക് ബാറ്ററി 69% ചാർജ് ആയിട്ടുണ്ട്. ഇപ്പൊ വെച്ചേക്കുന്ന 24 വോൾട്ടിന്റെ ബാറ്ററിയാണ്. 2.5 കിലോവാട്ട് എനിക്ക് സ്റ്റോറേജ് ഉണ്ട് അതില്. ബാക്കിയെല്ലാം നമ്മൾ സ്മാർട്ട് ആയിട്ട് തന്നെ നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാനായിട്ടൊക്കെ വരും.